നാശം പിടിക്കാനായിട്ട് ഒരു ഭാഗ്യലക്ഷ്മി വന്നിരിക്കുന്നു. കുഞ്ഞുനാൾ മുതലേ അവൾ എനിക്കൊരു പാരയായിരുന്നു. എല്ലാവർക്കും അവളെയാണ് ഇഷ്ടം. അവൾ വീടിന്റെ ഐശ്വര്യം, ഞാൻ അസുരവിത്ത്. എനിക്കാണെങ്കിൽ അവളെ പണ്ടേക്ക് മുതൽ കാണുന്നത് കലിയ. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത്രയ്ക്ക് പഞ്ചപാവമാണ്. ബട്ട് ഞാൻ അവളെ വെറുക്കാൻ കാരണം എന്റെ മുത്തശ്ശി, അതായത് അച്ഛന്റെ അമ്മ, ആ കിഴവിത്തള്ളയാണ്. അവളെ കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് ലോകത്തുള്ള ഉപദേശങ്ങളെല്ലാം എന്റെ ചെവിയിലോട്ട് കയറ്റുമതി ചെയ്യുമെങ്കിലും എന്റെ രണ്ടാമത്തെ ചെവിയിലൂടെ ഞാനത് ഇറക്കുമതി ചെയ്യും. ആദ്യമൊന്നും ഞാൻ അവളെ വെറുത്തിരുന്നില്ല. എന്നാൽ കിഴവിത്തള നാട്ടുകാരുടെ മുൻ വെച്ച് അവളെ പൊക്കി പറഞ്ഞ് എന്നെ താഴ്ത്തി കെട്ടിയുമാണ് എന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ പിന്നെ അവളെ ഞാൻ അങ്ങേയറ്റം വെറുക്കാൻ തുടങ്ങി. എന്നാലോ കുരുട്ട് പറഞ്ഞു കേട്ടിട്ട് അവന്റെ ഹെഡിലെ സെറിബ്രവും സെറിബെല്ലവും ഒക്കെ വലിച്ചു പറിച്ച് കളയാനാ തോന്നിയേ. എന്റെ കെട്ടിയോന് പെണ്ണന്വേഷിക്കാൻ നടക്കുക തെണ്ടിക്കുരുട്ട്. എന്റെ എനിമിയെ തന്നെ അവൻ എന്റെ കെട്ടിയോനെ കൊണ്ട് കെട്ടിക്കണമല്ലേ. കുരുട്ടിന് പണി കൊടുത്തേ പറ്റൂ. അമ്മോ, നീ അമ്മോ. ഓ, ഈ പോരാളിക്ക് വേറെ പണിയില്ലേ? ചിലപ്പോ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനായിരിക്കും ഈ വിളി. എന്താ അമ്മേ? ചോദിച്ചത് താഴെ എന്ന് പോരാളിയുടെ മറുപടിയും വന്നു. എളുപ്പം ഇങ്ങോട്ട് വന്നേടി. ഓ, ഇത് പണിയെടുപ്പിക്കാൻ തന്നെ. മനുഷ്യന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ചവിട്ടിത്തുള്ളി താഴെ എത്തിയതും 2-3 ലഗേജ് ഹാളിൽ ഇരിക്കുന്ന കണ്ടു. ഇതാരുടെ? മുകളിലേക്ക് പോകാൻ നേരം ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇനി പോരാളി എന്നെ പോലെ നാടുവിടാനുള്ള പ്ലാനിലാണോ എന്നൊക്കെ ചിന്തിച്ച് തിരിഞ്ഞ് ദേ ഇരിക്കുന്നു എന്റെ ശത്രു കിളവിത്തള. ആൻഡ് മൈ സെക്കൻഡ് എനിമി ഭാഗ്യലക്ഷ്മി. ഓ ഗോഡ്, ഒരെണ്ണത്തെ ഒഴിപ്പിക്കുമ്പോ ഓരോന്ന് കുറ്റിയും പറിച്ച് വന്നോളും. എന്നെ കണ്ടതും ഭാഗ്യ പുഞ്ചിരിച്ചു. എന്നാൽ ആ കിഴവി പുച്ഛിച്ചു. നിങ്ങളെ ഞാൻ ക്ഷത്ത അമ്മ, എല്ലാം ഞാൻ വരപ്പിച്ചിട്ടേ വിടൂ കിഴവിത്തളേ. ഇതേ സമയം മാളു അവളുടെ പ്ലാൻ വർക്കൗട്ട് ആയോ എന്നറിയാൻ അമ്മൂസിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഡി, കവിൾ വീർപ്പിച്ച് നിൽക്കാതെ ഈ ജ്യൂസ് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വാ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഇതേ പെണ്ണെ, പറയുന്ന കേക്ക്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. പിന്നൊരു കാര്യം, ദൈവത്തെ ഓർത്ത് ജ്യൂസ് നീ വിമ്മ് കലക്കരുത്. ഇവിടെ ഒരു കുരുക്ഷേത്ര ഇത് നീ ആയിട്ട് ഉണ്ടാക്കിപ്പിക്കരുത്. എന്റെ കവിളിൽ കുത്തിക്കൊണ്ടുള്ള അമ്മയുടെ ഭീഷണിയിലും യാചനയിലും എന്റെ പാവം മനസ്സലിഞ്ഞു. അതിനാ ജ്യൂസും പൊക്കി അവർക്ക് കൊണ്ട് കൊടുത്തു. ഭാഗ്യ പുഞ്ചിരിച്ചുകൊണ്ട് ജ്യൂസ് എടുത്തു. കിഴവിത്തള സ്ഥിരം പുച്ഛഭാവം തന്നെ. ഞാനും ഒരു ലോഡ് പുച്ഛം അങ്ങ് ഇറക്കി. ഇവൾക്ക് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയുമോ അരവിന്ദ? അതോ ഇപ്പോഴും ഭക്ഷണം കണ്ട അണ്ണാക്കിലേക്ക് തള്ളിക്കേറ്റുവാണോ? തുടങ്ങി കിഴവിത്തള. ആ അമ്മേ, അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ അവൾ ആഹാരമൊക്കെ പാകം ചെയ്യാനൊക്കെ പഠിച്ചു. അച്ഛൻ എന്റെ അഭിമാനം രക്ഷിച്ചു. വായി വെക്കാൻ കൊള്ളുമോന്ന് ആർക്കറിയാം. ആ, ഇനി എന്തൊക്കെ പറഞ്ഞാലെന്താ, എന്റെ ഭാഗ്യമോളുടെ അത്രയൊന്നും വരില്ലല്ലോ. ഇവരെ ആറ്റിമുക്കി കൊന്നാലോ, അല്ലെങ്കിൽ അപ്പുറത്തെ നാരായണത്തിന് വീടിനടുത്ത് പൊട്ടക്കണച്ച് തള്ളിയിടാം. കെട്ടിയോനും കുരുട്ടും കിഴവിത്തളയെ തന്നെ ഫോക്കസ് ചെയ്തേക്കുവാ. ഒത്തിരി യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ, നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വാ. അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വിഷയം മാറ്റി. ഈ പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് ഞാനുമായി ബന്ധപ്പെട്ടുള്ളതല്ല. എന്റെ പോരാളി ഈ കിഴവിത്തളയും തമ്മിലുള്ളതാണ്. ഐ മീൻ അമ്മായിയമ്മ ആൻഡ് മരുമകൾ പോര്. പോരാളി ഇവരുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ട് ഇവരുടെ വൃത്തികെട്ട മോന്ത കാണാതിരിക്കാനാണ് ജ്യൂസ് വരെ എന്റെ കൈ കൊടുത്തു വിട്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് വഴിയെ മനസ്സിലാകും. ഫ്രഷ് ഒക്കെ പിന്നെ ആകാം. മോനെന്താ മിണ്ടായിരിക്കുന്നേ? കല്യാണത്തിന്റെ അന്ന് കണ്ടതല്ലേ മോനെ. അന്ന് ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? ഇവൾ എങ്ങനാ അവിടെ? പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ലേ? ഈ കിഴവി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഒളിച്ചോടെ കാര്യമെടുത്ത് മാറ്റിക്കേണ്ടതാണല്ലോ. സംതിങ് ഈസ് വിഷി. ഇല്ല, ആളിവിടെ കുറുമ്പിയാണെങ്കിലും എന്റെ അരികെ പാവമാണ്. ഓ പിന്നെ പാവം, അത് ഞാൻ. ഇവൻ എന്തൊരു പുളുവാ പറഞ്ഞുണ്ടാക്കുന്നേ. ഭാഗ്യ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവളിപ്പോ ഇരിക്കുന്നു. അല്ല പിന്നെ അവൾ എന്താ ചെയ്യുന്നെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ലേ? ഞാനിപ്പോ ഒരു കമ്പനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുക. മാരേജ് ഒക്കെ നോക്കുന്നുണ്ടോ? നോക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ കെട്ടാനുള്ള പ്ലാനിലാണോ മനുഷ്യ? ഒരു ജോലിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അതിനിടെ കിഴവി തള്ളയും അവളെ പുകഴ്ത്തിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തന്നെ ഞാൻ അടുക്കളയിലേക്ക് വരുന്നു. പോരാളി, ശേ അമ്മേ. എന്താടി? പാത്രം കഴുകിക്കൊണ്ടിരുന്ന പോരാളി തിരിഞ്ഞു നോക്കാതെ തന്നെ മറുപടി തന്നു. അതെ, മുത്തശ്ശിക്കൊന്നും ഞാൻ ഒളിച്ചോടി പോയ കാര്യം അറിയില്ലേ? വായടക്കടി. ആ തള്ളയൊന്നും അറിഞ്ഞിട്ടില്ല. നീയായിട്ട് അവിടെ ചെവിയിലെത്തിക്കാതിരുന്നാ മതി. ഓഹോ, അപ്പിടിയാ. അപ്പൊ ഇവരെല്ലാം ഭാഗ്യ എന്റെ കെട്ടിയനെ കൊണ്ട് കെട്ടിക്കാനുള്ള പ്ലാനൊക്കെ എന്നെ പറ്റിക്കാനായിരുന്നു. എന്നാ അതൊന്നും അറിയണമല്ലോ. അമ്മേ, ഇനി എന്താ നിനക്ക് വേണ്ടേ? അല്ല, 2 ദിവസം മുമ്പ് അമ്മയെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ ശംഭൂസിന്റെ പിണക്കമൊക്കെ മാറ്റിയെടുത്ത് തിരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ചെന്നില്ലെങ്കിൽ ശംഭൂസിനെ വേറെ കെട്ടിക്കുമെന്നൊക്കെ. അതൊക്കെ വെറുതെ ആയിരുന്നോ? പിന്നല്ലാതെ. എനിക്കെന്താ വട്ടല്ലേ എന്റെ മരുമോനെ വേറെ കെട്ടിക്കാൻ? നാട്ടുകാരോടും വീട്ടുകാരോടും വരെ ഞങ്ങളൊക്കെ നീയും ശംഭുമോന് ഹണിമൂണ് കുളും മണാനി 3 മാസത്തേക്ക് പോയെന്ന് കള്ളം പറഞ്ഞാ പിടിച്ചിരുന്നത്. ഇനി ഇത് തുടർന്ന് പോകാൻ പറ്റില്ലെന്നായപ്പോഴാ നീ വിളിച്ചപ്പോ ഞാൻ ശംഭുമോനെ വേറെ കെട്ടിക്കുമെന്ന് കള്ളം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു.
ഇനിയൊന്നും വേണ്ടണ്ട. എന്തായാലും പോരാളിയുടെ ഭീഷണി എനിക്ക് എന്റെ ശംഭൂസിനെ കിട്ടി. ഇനിയുള്ളതാ കുരുട്ടം. അവൻ എന്തൊക്കെയാ കുറച്ചു മുമ്പ് പറഞ്ഞുണ്ടാക്കി. അവനുള്ളത് കൊടുക്കാൻ സമയമായി. വേറൊന്നും ചോദിക്കാനില്ലാത്തന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ തിരിഞ്ഞത് പോരാളിയുടെ വിളി വന്നു. മോളന്നവിടെ നിന്നേ. എന്താ അമ്മേ? ദേ, ആ ഭാഗ്യപ്പെണ്ണ് നാട്ടിലും വീട്ടിലും എന്തിനും നിന്റെ മുത്തശ്ശിയുടെ കണ്ണിലുണി മഹാലക്ഷ്മിയുമ്മ മാറി. എന്നാ നീയോ ശകുനം മുടക്കി. അതുകൊണ്ട് അവർ രണ്ടും കുറച്ചു ദിവസം ഇവിടെ കാണും. അപ്പൊ അവര് പോകുന്നവരെ എന്റെ മോള് നല്ല കുട്ടിയാണെന്നെങ്കിലും ഒന്നും അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഇതെന്റെ മാത്രമല്ല, നിന്റെ അച്ഛന്റെയും കൂടെ അപേക്ഷയാണ്. അമ്മ ഡോൺ വറി, അവരെ രണ്ടിനെ ഞാൻ ഇവിടുന്ന് ഓടിച്ചിരിക്കും. ഡി ഓ ഗോഡ്, റെഡ് സോൺ ആണല്ലോ. ഓടുന്നതാണ് മുഖ്യം. പിക്കിലേ കിച്ചണിൽ നിന്ന് ഓട്ടം നിർത്തിയത് വെളിയിലെ മാവിൻ ചുവട്ടിനടുത്തേക്കായിരുന്നു. അവിടെ ആ ഭാഗ്യം കുരുട്ടും കൂടി ഭയങ്കര സെൽഫി എടുക്കാൻ. നമുക്കിതൊന്നും അത്ര ദഹിക്കാത്തതുകൊണ്ട് കുരുട്ടിനെ കൊടുക്കേണ്ട പണി പ്ലാൻ ചെയ്തു. വേഗം തന്നെ റൂമിൽ കയറി ഒരു പേപ്പറും പേനയും എടുത്ത് ഗൂഗിളിൽ നിന്ന് ലവ് വേർഡ്സ് ഒക്കെ തപ്പിയെടുത്ത് അങ്ങോട്ടൊരു എഴുത്തായിരുന്നു. എന്നിട്ടത് മടക്കി അവന്റെ നോട്ട്ബുക്കിൽ വെച്ചു. എന്നിട്ട് പോരാളിയുടെ അടുത്തേക്ക് വിട്ടു. കിഴവിത്തളയ്ക്കും ഭാഗ്യക്കും വേണ്ടി ഏതോ കറി ഉണ്ടാക്കോ. ഒന്നുമില്ലെങ്കിലും ഒരേ ഒരു അമ്മായിയമ്മയും നാത്തൂന്റെ മോളും അല്ലേ. കറി ഉണ്ടാക്കുന്നതിനിടയിലും പോരാളി എന്തൊക്കെയോ പെറുപിറുക്കുന്നുണ്ട്. എന്താണോ പെട്ടെന്ന് തള്ളയും കൊച്ചുമോളും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. മഹാലക്ഷ്മിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ആ പെണ്ണിന് തോന്നിയോ? എനിക്കും ഉണ്ടൊരുത്തി ഈ അടുക്കളയിലേക്ക് തിന്നാനല്ലാതെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കുത്തുവാണെങ്കിൽ അവരെ കുത്തിക്കൂടെ, എന്നെയും കൂടെ കുത്തണോ? അമ്മേ, ഒന്നും ആയിട്ടില്ല. നിനക്ക് വിശക്കുന്നെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതിന്റെ അടുത്ത് കഴിക്കും. ഈ പോരാളി എന്നെ തിന്നാനായിട്ടുള്ള ഉപകരണമായിട്ടാണോ കാണുന്നതെന്ന് തോന്നുന്നു. എന്നെ നല്ല രീതിയിൽ തന്നെ പോരാളി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്ക് ഒത്തിരി വിഷമമായിരിക്കുന്നു. അമ്മേ, ഞാൻ വന്ന ഒരു കാര്യം പറയാനാ. എന്ത് വേണമെങ്കിലും വേഗം പറ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. അമ്മ ഇങ്ങനെ അടുക്കള കിടന്ന് മല്ലിട്ടോ. അമ്മയുടെ പുന്നാരമ്മ ഇവിടെ കാണിച്ചു കൂട്ടുന്ന വല്ലതും അറിയുന്നുണ്ടോ? അവൻ എന്ത് കാണിച്ചു? ഞാൻ ചുമ്മാ അവന്റെ റൂമിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞപ്പോഴാണ് അവൻ ഏതോ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നത് കേട്ടത്. അതിനെന്താ? അമ്മേ, അവൻ ആ ഫ്രണ്ടിനോട് ലവ് ലെറ്റർ കയ്യിലുണ്ട്, മറുപടി വേഗം തന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത്. ലവ് ലെറ്ററോ? നീ അത് തന്നെയാണോ കേട്ടത്? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ലവ് ലെറ്റർ എന്ന് തന്നെയാ ഞാൻ കേട്ടത്. അവൻ കുഞ്ഞല്ലേടി. ഇപ്പൊ ജനിക്കുന്ന പിള്ളേര് വരെ അവരുടെ സോൾമേറ്റിനെ കണ്ടെത്താനാ നോക്കുന്നത്. അമ്മ ഇവിടെ അമ്മയുടെ കുഞ്ഞിനെ പിടിച്ചോണ്ടിരുന്നു. പിന്നെ അവ അറിവില്ലാത്ത പ്രായത്തിൽ ഏതെങ്കിലും കൊച്ചിനെ വിളിച്ചോണ്ട് വന്ന പിന്നെ അച്ചമ്മയ്ക്ക് അമ്മയെ തോൽപ്പിക്കാൻ ഒരു ആയുധം കൂടി കിട്ടും. എരുതിയിൽ ഒന്നുകൂടെ ഞാൻ ഓവിലൊഴിച്ചു കൊടുത്തു. പോരാളി കലിപ്പി അവന്റെ റൂമിലേക്ക് പാഞ്ഞു. പരിശോധനയ്ക്കൊടുവിൽ ലെറ്റർ കണ്ടെത്തുകയും കുരുട്ടിനെ വിളിച്ച് നല്ല രീതിയിൽ ഭരണിപ്പാട്ടും അടിയും തൊഴിയുമൊക്കെ കിട്ടുന്ന ഞാൻ വാതിലിന്റെ മറവിൽ നിന്ന് കണ്ടു. കുരുട്ട് കരഞ്ഞുകൊണ്ട് എനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോരാളി വഴക്ക് പറയുന്നതിനിടയിൽ അതൊന്നും ശ്രദ്ധ കൊടുത്തില്ല. ആ കിഴവിത്തളയെ ഭാഗ്യം കേൾക്കാത്ത വിധത്തിലായിരുന്നു പോരാളിയുടെ യുദ്ധമുറകളൊക്കെ. അവന് പണി കൊടുത്ത സംതൃപ്തി ഞാൻ തിരിഞ്ഞത് ദേ നിൽക്കുന്നു എന്റെ കിട്ടിയോ. അങ്ങേരെ എന്നെ ഒന്ന് കണ്ണുരുട്ടി എനിക്കരികിലേക്ക് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, റൂമിലോട്ട് വാ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. സബാഷ്, എന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായി. ശംഭൂസ് പോരാളിയിൽ നിന്ന് കുരുട്ടിനെ രക്ഷിച്ചു. ഞാൻ പിന്നെ അവിടുന്ന് റൂമിലോട്ട് ഓടി. എന്റെ ചക്കുളത്തമ്മേ, ഞാൻ ഇനി എന്തോ ചെയ്യും? അങ്ങേരെ എന്നെ ഇനി വെറുതെ വിടില്ല. മാളുവിനെ ഒന്ന് വിളിച്ചാലോ? ആ കോപ്പത്തിൽ പിണക്കത്തിലായിരിക്കും. എന്തായാലും വിളിച്ചു നോക്കാം. അവളെ കാൾ ചെയ്ത ഒറ്റ റിങ്ങിൽ തന്നെ അവൾ അറ്റൻഡ് ചെയ്തു. ഇവളെന്താ എന്റെ കോള് നോക്കി ഇരിക്കുവായിരുന്നു. ഹലോ ഡി മാളു. എന്താ വിളിച്ചേ? ഹെയർ പിടിച്ച് നിൽക്കുവാണെന്ന് തോന്നല്ലോ. ഡി മാളൂസേ, സോറി സോറി സോറി. ഇതൊന്നും ഇവിടെ പദവിയിലടി കോപ്പേ. ഇവളുടെ വീക്ക്നെസ് തന്നെ കയറി പിടിക്കാം. ഡി, ഷവർമ വേണോ കുഴിമന്തി മതിയോ? ഷവർമ 3 എണ്ണം നീ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തേക്ക് മുത്തേ. എന്റെ പോക്കറ്റ് കാലിയാക്കി കാലത്തി. അപ്പൊ പറ അമ്മൂസെ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? നിന്റെ കെട്ടിയോ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. എന്നെ മേലോട്ട് എടുക്കാനുള്ള പ്ലാനിലാണ് അങ്ങേരെന്ന് തോന്നുന്നു. അതൊക്കെ നിന്റെ തോന്നല. കൊല്ലുവാണെങ്കിൽ ശമ്പൂട്ട് നിന്നെ ഇഞ്ചും ചായ കൊല്ലത്തുള്ളടി. ഈ പുന്നാര മോളെ, നിന്നെ ഞാൻ വിളിച്ചത് ഹെൽപ്പിനാ, അല്ലാതെ എന്റെ നെഞ്ചു കുത്തി ഇറക്കാനല്ല. ഓഹോ, അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് സാരം. യാ അതൊക്കെ പറ്റിപ്പോയി. ഓരോന്ന് ചെയ്തു കൂട്ടിയതിന് ശേഷമാണല്ലോ നീ ഇങ്ങനെ പറയാറ്. അപ്പൊ നീ ഉണ്ടാക്കിയ പ്രശ്നം പറ. അങ്ങനെ കുരുട്ടിന് കൊടുത്ത പണി ഞാൻ വിശദീകരിച്ചു കൊടുത്തു. അയ്യേ, ഈ ഒരു ചെറിയ കാര്യത്തിനാണോ നീ ടെൻഷൻ അടിക്കുന്നത്? അങ്ങയുടെ ചങ്കളിയനിട്ടാണ് ഞാൻ പണിഞ്ഞത്. അങ്ങേരെന്നെ വെറുതെ വിടില്ലടി. ഒരു വഴിയുണ്ട്. എന്തു വഴി? വേഗം പറ. റൊമാൻസ്. റൊമാൻസോ? റൊമാൻസ്. എന്തേ, നീ കേട്ടിട്ടില്ലേ ഇതുവരെ? ഇതുകൊണ്ട് എന്താ പ്രയോജനം? നീ നിന്റെ റൊമാൻസ് പുറത്തിറക്ക്. ആളിന് നിന്നെ തല്ലാനാണെങ്കിലും വഴക്ക് പറയാനാണെങ്കിലും അതൊക്കെ നിന്റെ റൊമാൻസിൽ നിന്ന് വഴിമാറിപ്പോവും. ഐഡിയ കൊള്ളാം. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അല്ലടി, വേറെന്തെങ്കിലും ഉണ്ടോ നിനക്ക് പറയാനായിട്ട്? വേറെന്താ? വേറൊന്നുമില്ലല്ലോ. ആണോ? ഡി, വീട്ടിലുള്ളവർക്കൊക്കെ സുഖാണോ? സുഖം തന്നെ. ഇവൾക്കെന്താ പെട്ടെന്നൊരു സുഖവിവരമൊക്കെ അന്വേഷിക്കൽ? നിനക്ക് വേറെ പാരെന്തെങ്കിലും വന്നോടി? പാരയോ?
ആ പാറയുടെ കാര്യം ഓർത്തപ്പോഴാണ് ഭാഗ്യയുടെയും കിഴവിത്തള്ളയുടെയും കാര്യം ഓർമ്മ വന്നത്. അപ്പൊ തന്നെ അവരുടെ രണ്ടുപേരുടെയും വരവിനെ കുറിച്ച് ഞാൻ അവളോട് പറഞ്ഞു. അവളെന്തിനാടി കെട്ടിയെടുത്തേ? ഞാൻ ആ കിഴവിത്തള്ളയെ മാത്രമാണല്ലോ വിളിച്ചത്. വാട്ട്? അപ്പൊ നീയാണോ ആ രണ്ട് നാശങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കാരണം? സോറിഡി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. നീ ക്ഷമി മുത്തേ. നാറി ആരണിപ്പാട്ട് തുടങ്ങിയത് അവൾ ഫോൺ കട്ടിയത് പോയി. തെണ്ടി, ഇവളെന്ന് നേരി കാണട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. രാത്രി ഫുഡ് എല്ലാവരും വന്നിരുന്നത് ഞാൻ വേഗം എനിക്ക് വേണ്ടതൊക്കെ പ്ലേറ്റിലാക്കി. ഭാഗ്യാണെങ്കിൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. അത് കണ്ടത് കിഴവിത്തള്ള എന്നെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് ഇവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇപ്പൊ ഇവൾ മകളല്ല, ഒരു മരുമകൾ കൂടിയാണ്. ആ ബോധമെങ്കിലും ഇവൾക്ക് വേണ്ടേ? അതെങ്ങനെ? തള്ളയെ കണ്ടല്ലേ മോളും പഠിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഗ്രാസാണ്. ഞാൻ പ്ലേറ്റും പൊക്കി എന്റെ റൂമിലേക്ക് പോയി. കാരണം ഇപ്പൊ അവിടെ ഒരു അടി നടക്കും. അതിനാൽ ഫുഡാനുള്ള കോൺസെൻട്രേഷൻ കിട്ടില്ലെന്നേ. തള്ളെ, നിങ്ങളുടെ വൃത്തികെട്ട വാ അടച്ചു വെക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യുവടി? എന്നെ നീ മൂക്കി വലിച്ചു കയറ്റുവോ? ഇതേ മനുഷ്യ, നിങ്ങളുടെ തള്ളയോട് മിണ്ടായിരിക്കാൻ പറ. അമ്മ എന്തുവാ ഇത്? എന്തിനാ വെറുതെ അവളോട് ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലുന്നേ? ഓഹോ, അപ്പൊ ഞാൻ പ്രശ്നക്കാരി, നിന്റെ കെട്ടുകൾ പുണ്യാളത്തി അല്ലേ? നിനക്ക് നാണമില്ലല്ലോടാ പെങ്കോന്ന അവിടെ സാരത്തുമിക്കിടന്ന് കറങ്ങ. അതെങ്ങനെ? എന്റെ മോനെ കണ്ണും കൈയും കാണിച്ച് ഈ അഹങ്കാരി കറക്കി എടുത്തതല്ലേ? ഇതേ തള്ളെ, അഹങ്കാരി നിങ്ങളുടെ മോളില്ലേ, അവളെ വിളി. അവൾ പണ്ട് പലരെയും കറക്കിയെടുത്ത കഴിവ് തെളിച്ചവളല്ലേ? എന്റെ മോളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ. അയ്യടാ, ഇല്ലാത്തത് പോലും. ആ നാട്ടിൽ മുഴുവൻ പാട്ടാ നിങ്ങളുടെ മോളുടെ അഴിഞ്ഞാട്ട കഥ. സുജയ, മതി. നീ പറഞ്ഞു ഇത് എങ്ങോട്ടാ പോന്നെ? അമ്മയെ തള്ളേന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അമ്മയല്ലേ, ഇങ്ങനെയൊക്കെ പറയാവോ? അപ്പൊ നിങ്ങളുടെ പുന്നാരമ്മ എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ഞാൻ പറയുന്നതാണോ ഒരു കുറ്റം? പെമ്പിളേരായ അടക്കം ഒതുക്കം വേണം. അത് നീ വളർത്തിയ നിന്റെ മോള് തൊട്ട് തീണ്ടിയിട്ടില്ല. അതെങ്ങനെ? എന്റെ മോനെ നീയും നിന്റെ കുടുംബക്കാരും കൂടി വളച്ചെടുത്തതല്ലേ? അത് തന്നെ അറിയാം നിന്റെ കുടുംബത്തിന്റെ അന്തസ്. നിർത്തുകളെ. എന്നെ കെട്ടെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴാ നിങ്ങളുടെ മോന്റെ പിറകെ നടന്നത്? നിങ്ങളുടെ മോനാണ് എന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും പറഞ്ഞ് എന്റെ പുറകെ വന്നത്. പിന്നെ വേറെ എന്തോ പറഞ്ഞാലോ? അടക്കോ ഒതുക്കോ? അതായിരിക്കും നിങ്ങളുടെ പുന്നാരമോള് കണ്ണു ഷാപ്പ് നടത്തുന്ന വർക്കിച്ചന്റെ മുമ്പ് മത്തായി നിങ്ങളുടെ പുന്നാരമോളുടെ കിടപ്പറയിൽ നിന്ന് നാട്ടുകാരെല്ലാരും കൂടി പിടിച്ചത്. അതും പോരാങ്ങ് അവിടെ കല്യാണത്തലേന്ന് കൂടെ പഠിച്ച ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടുകയും ചെയ്തു. ദേ, ഇങ്ങനെ ഒരു പെണ്ണ് വളർന്നു വരുന്ന വല്ല വിചാരം അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ വയസ്സാം കാലത്ത് അവൾ മോന്റെ പ്രായമുള്ള ഒരുത്തന്റെ കൂടെ അവിഹിതത്തിന് പോയില്ലായിരുന്നു. ഭാഗ്യയെ ചൂണ്ടിയാണ് സുജാത അത് പറഞ്ഞു നിർത്തിയത്. സുജാതയുടെ ആ പറച്ചില് മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിന്നു. ഭാഗ്യ അപ്പോഴും തലകുനിച്ചെന്ന് കണ്ണീർ വാർക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ അമ്മൂസ് ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കൂസലുമില്ലാതെ വറുത്തമീൻ വായിലാക്കി ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിലായിരുന്നു. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എത്ര പെട്ടെന്ന് രണ്ടെണ്ണത്തിന്റെ അടി തീർന്നു. ഞാൻ പ്ലേറ്റ് വടിച്ചു നോക്കി ഒരു ഏമ്പക്കവും വിട്ട് റൂമിൽ നിന്നിറങ്ങി ഹാളിലേക്ക് തലയിട്ട് നോക്കി. എന്റെ കണവൻ എന്തൊക്കെയോ പറഞ്ഞ് രണ്ടെണ്ണത്തെയും ശാന്തമാക്കുന്നുണ്ട്. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇതിപ്പോ അയൽക്കാരെല്ലാം ശബ്ദം കേട്ട് ഒളിഞ്ഞിങ്ങോട്ട് നോക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിവിടെ നിർത്താം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പഴയതൊക്കെ കുത്തിപ്പൊക്കി നിങ്ങൾ രണ്ടുപേരും സ്വയം നാണം കെടുന്നേ. പിന്നെ അങ്ങോട്ട് കുറെ ഉപദേശം, ബ്ലാ ബ്ലാ. ഇങ്ങനെയൊക്കെ ഇത് എന്തിന്റെ സുക്കടാ? നല്ലോണം ആസ്വദിച്ച് കേട്ടോണ്ടിരുന്നതാ. അപ്പൊ തന്നെ അങ്ങേരി കയറി ഇടംകൊള്ളി ഇട്ടേക്കുന്നു. അച്ഛൻ കസേരി തലയെ കൈയും തങ്ങി ഇരിക്കുക. ഇനിയൊന്നും കേൾക്കാനുള്ള താളയില്ലാത്തതുപോലെ. പാവം കുരുട്ട് വലിയ ആളെ പോലെ അവന്റെ അളിയൻ പറയുന്നത് ശ്രദ്ധ കൊടുത്തേക്കുക. പോരാളി കിഴവിത്തളെ കാലിപ്പി നോക്കി റൂമിലേക്ക് പോയി. നമ്മുടെ ഭാഗ്യക്കൊച്ച് ഭയങ്കര കരച്ച്. അച്ചോടാ, കിഴവി എന്റെ കേട്ടുവിന് എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാനതൊക്കെ കണ്ട് അവരെ ഒന്ന് പുച്ഛിച്ച് അവരുടെ മുന്നിലൂടെ അടുക്കളയിലേക്ക് നടന്നത്. തള്ളയുടെ സ്വഭാവം തന്നെ. കിഴവി എന്നെ കണ്ട് ചുണ്ടുകൊട്ടി പറഞ്ഞതാ. അത് കേട്ട് ഞാൻ വേഗം തന്നെ സഡൻ ബ്രേക്ക് ഇട്ടു. ഇവർക്ക് കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു. ഞാൻ അമ്മയെ വിളിക്കട്ടെ? കിഴവി തള്ളിയോട് ചോദിച്ചതും കിഴവി എന്തോ പേടിച്ച കണക്കെ തലകുനിച്ചു. എങ്ങനെ പേടിക്കായിരിക്കും? പോരാളി വീണ്ടും ഇങ്ങോട്ട് കയറ് പൊടിച്ച് കാളകണക്കെ വന്ന ഇവയുടെ കുടുംബ പുരാണത്തിന്റെ ലിസ്റ്റ് ഇവിടെ പോരാളി വിളമ്പും. പിന്നെ ഇവർ നാണം കെടും. ഞാൻ പ്ലേറ്റൊക്കെ കഴുകി വേഗം റൂമിലോട്ട് വിട്ടു. എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്ന് തരാനുള്ളതൊക്കെ തന്നിട്ടേ ഉറങ്ങും. അതിനു മുമ്പ് എന്റെ പ്രാൻ റൊമാൻസ് നടപ്പാക്കണം. ശംഭൂസ് റൂമിലേക്ക് കയറിയതും എന്തോ വന്നവനെ പിറകിലൂടെ പിടിച്ചു. കള്ളന്മാരാണെന്ന് സംശയിച്ച ശംഭൂസ് കൈ പിടിച്ച് വലിച്ച് തിരിച്ചോടിച്ച് കാലുകൊണ്ട് ബാക്കിനിട്ടൊരു ചവിട്ടും കൊടുത്തു. റൂമിൽ ലൈറ്റ് ഇല്ലായിരുന്നു. വേഗം ലൈറ്റ് ഓൺ ചെയ്ത കള്ളനെ നോക്കിയപ്പോ ശംഭൂസ് ഞെട്ടി. അവന്റെ ഭാര്യ നടു താങ്ങിക്കിടന്ന് അപാര കരച്ചിൽ. അയ്യോ, ഈ കാലിനെ ചവിട്ടി കൊല്ലുന്നേ! എന്റെ കയ്യും ഇങ്ങനെ തല്ലി ഒടിച്ചേ! ഞാനിപ്പൊ മരിക്കുവേ! ഡി, നീ എന്തിനാ ഒരുമാതിരി കള്ളന്മാരെ പോലെ എന്നെ പിറകെന്ന് പിടിച്ചത്? അതല്ലേ ഞാൻ ചവിട്ടിയേ? കള്ളന്മാരോ? ഈ റൂമിൽ ഞാനല്ലാതെ വേറെ ആരാ മനുഷ്യൻ നിങ്ങളെ പിടിക്കാൻ? ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്നെ ചവിട്ടിയതാ, എനിക്കറിയാം. എനിക്കൊരു കാര്യം ഒരു വട്ടം പറഞ്ഞ ശീലമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിന്നെ മനഃപൂർവ്വം ചവിട്ടുന്നത്? എനിക്ക് വേറെ പണിയില്ലാത്ത പോലെയാണല്ലോ നിന്റെ പറച്ചിലൊക്കെ. കുരുട്ടിനിട്ട് പണി കൊടുത്തന് നിങ്ങൾ എന്നെ കാണാനിരിക്കുമല്ലായിരുന്നോ? ഇപ്പൊ അവസരം കിട്ടിയപ്പോ നിങ്ങൾ അത് പ്രയോഗിച്ചു. ഓ,
അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ? ഞാനത് മറന്നിരിക്കുകയായിരുന്നു. എന്തായാലും നിനക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ, സന്തോഷം. ഓ, മറന്നിരിക്കുവായിരുന്നോ? വെറുതെ കയറി ഓർമ്മിപ്പിച്ചു. ഫ്രീ ആയിട്ട് ഒരു ചവിട്ടും കിട്ടി, കയ്യും പോയി. നീ എന്തിനാ എന്നെ പുറകിന്ന് പിടിച്ച്? അത് റോമായോ? റോമയല്ല, റോമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തേ, ഇനി അങ്ങോട്ട് ഒളിച്ചോടാൻ വല്ല ഉദ്ദേശമുണ്ടോ? മൂട് പോയി. റൊമാൻസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ചിലപ്പോ എന്തെങ്കിലും ഫോട്ടോ ആയിട്ട് കിട്ടിയിരുന്നെങ്കിലോ? അത് ആലോചിച്ചിരുന്നപ്പോഴേക്ക് ശംഭൂസ് എന്നെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് എടുത്തി. വേദനയുണ്ടോ? ഇപ്പൊ വേദനയില്ല, ഉണ്ടെന്ന് പറഞ്ഞ് ഒരു റൊമാൻറ്റിക് മൊമെന്റ് ഉണ്ടാക്കി എടുത്താലോ? ഉണ്ട്. നീ തിരിഞ്ഞു കിടക്ക്, ഞാൻ ഓയിൽമെന്റ് എടുത്തോണ്ട് വരാം. ഞാൻ ഓക്കെ എന്ന രീതി തലയാട്ടി. അയ്യമ്മാ, ഇന്ന് ഞാൻ പൊളിക്കും. ഞാൻ ഇന്ന് പൊളിച്ചടുക്കും. ഞാൻ വേഗം തിരിഞ്ഞു കിടന്നത് എന്റെ ടോപ്പ് പൊക്കി ഓയിൽമെന്റ് തേച്ചു തന്നു. ഞാൻ പ്രണയത്തോടെ പിടയ്ക്കുന്ന മിഴികളെ തിരിഞ്ഞു നോക്കിയതും വന്ന മൂടൊക്കെ കൂടും കൊടുക്കുകയും എടുത്ത് നാട് വിട്ടു. എന്താ കാര്യം? ഇപ്പോൾ എന്റെ നാടും മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പോരാളിയാണ്. വേദന കുറവുണ്ടോടി? പിന്നെ വേദനയൊക്കെ അമ്മയുടെ മുഖം കണ്ടപ്പോഴേ ഓടി ഒളിച്ചു. നോക്കി നടന്നോടെ പെണ്ണെ, അതെങ്ങനെ? കണ്ണ് നിലത്തൊന്നും അല്ലല്ലോ. എന്റെ നടു ചവിട്ടി ഈ പരുവത്തിലാക്കിയത് നിങ്ങളുടെ പുന്നാര മരുമാന പോരാളിയെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും കാര്യകാരണങ്ങൾ ചോദിച്ച പണി എനിക്ക് തന്നെയാണ്. അതിന് മുജെ ചുപ് കർണ പട.